നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഡിഫൻസ് സെക്ടറിൽ പ്രധാനമായിട്ടും എയറോസ്പേസ് മേഖലയിലെല്ലാം കരുത്തു പകരുന്ന ചില ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഡിഫൻസ് മേഖല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയ്ക്ക് മാത്രമല്ല, ലോകത്തിലെ പ്രധാനപ്പെട്ട സൈനിക ശക്തിയായിട്ടുള്ള ഇസ്രായേലിൻ്റെ സൈനിക മേഖലയ്ക്കും ഉപകാരപ്പെടുന്ന ചില ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ വിശേഷമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കമ്പനിയുടെ പേര് DCX Systems Limited എന്നാണ്. അവർ ഇലക്ട്രോണിക് സബ് സിസ്റ്റംസ്, പിന്നെ കേബിൾ ഹാർനസുകൾ, ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത്. ഒക്ടോബർ 31 മുതൽ നവംബർ 2 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 400 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികൾ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 100 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലും ഉണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. DCX Systems Limited ഈ കമ്പനി 2011 രൂപം കൊള്ളുന്നത്. അന്ന് DCX കേബിൾ അസംബ്ലീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് രൂപം കൊള്ളുന്നത്. ഇവർ ഇലക്ട്രോണിക് സബ് സിസ്റ്റംസ്, അതായത് ഇതിൻ്റെ കൺട്രോൾ പാനൽസും സ്വിച്ചസും എല്ലാം ഉൾപ്പെടുന്ന ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ കേബിൾ ഹാർനസുകൾ എന്ന് പറയുമ്പോൾ ഈ കണക്ടേഴ്സിൽ ഇതിലുള്ള കണക്ഷനുകൾ ആവശ്യമായിട്ടുള്ള രൂപത്തിലും സൈസിലും ഷേപ്പിലും എല്ലാമുള്ള കേബിളുകൾ, അത് കിറ്റായിട്ട് തന്നെ പല ഉപകരണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വലിയ യന്ത്രഭാഗങ്ങൾക്കും എയറോസ്പേസിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കേബിളുകൾ കിറ്റുകളായിട്ട് തന്നെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് കമ്പനിക്കുള്ളത്. 2020 അവർ ഇത്തരത്തിലുള്ള ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൂടി നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത്. അവരുടെ അഡ്രസ്സ് കാണുമ്പോൾ തന്നെ അറിയാം, എയറോസ്പേസ് സെസ് സെക്ടറിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ. അതായത് എയറോസ്പേസിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണ്, അവിടെ അത്തരത്തിലുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ തന്നെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട എലിജിബിൾ എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന ഓഫ്സെറ്റ് പാർട്ട്ണറാണ് DCX എന്ന് പറയാം. അതായത് ELTS സിസ്റ്റംസ് ലിമിറ്റഡ്, ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, സിസ്റ്റംസ് മിസൈൽസ് ആൻഡ് സ്പേസ് ഡിവിഷൻ, ഇവരുടെ എല്ലാം ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് DCX. DCX സിസ്റ്റംസിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ് ഡോക്ടർ HS രാഘവേന്ദ്ര റാവു. അദ്ദേഹം അതിൻ്റെ ഫൗണ്ടർ ചെയർമാനാണ്, പിന്നെ മാനേജിംഗ് ഡയറക്ടറുമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ NCBG ഹോൾഡിങ്സ് INC ഉണ്ട്, VNG ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 2 കോർപ്പറേറ്റ് എൻറ്റൈറ്റികൾ കൂടി ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സിൽ വരുന്നുണ്ട്. അതിൽ NCBG ഹോൾഡിങ്ങും VNG ടെക്നോളജിയും അവരുടെ കൈവശമുള്ള ഓഹരികൾ കുറേ വിറ്റഴിക്കുന്നുണ്ട്. അതാണ് ഓഫർ ഫോർ സെയിലായിട്ട് വന്നിരിക്കുന്ന 100 കോടി വരുന്നത്. 100 കോടി ഓഫർ ഫോർ സെയിൽ കൂടാതെ 400 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 400 കോടി രൂപയാണ് കമ്പനിയിലേക്ക് ചെല്ലുന്നത്. അത് അവരെന്തിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളത് നമുക്കറിയണമല്ലോ. അതായത് അതിൽ നല്ലൊരു ഭാഗം അവരുടെ കടബാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുകൂടാതെ റെനൽ അഡ്വാൻസ് സിസ്റ്റം എന്ന് പറയുന്ന അവരുടെ ഒരു ഓളിയോൺ സബ്സിഡിയറി ഉണ്ട്, അവരുടെ സബ്സിഡിയറി കമ്പനി, അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. കൂടാതെ മറ്റ് കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും ഈ 400 കോടി രൂപ അവർ ഉപയോഗിക്കുന്നതായിട്ടാണ് അവരുടെ റെക്കോർഡ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി DCXൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ അവരുടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 56.64% ആണ്. അതായത് 2020 449 കോടി രൂപയായിരുന്ന റവന്യൂ 1102 കോടിയായിരുന്നു 2022 അതേ സമയത്ത്. അപ്പോൾ അതിൻ്റെ വളർച്ചയൊന്ന് ആലോചിച്ച് നോക്കും. പിന്നെ കമ്പനിയുടെ ഓർഡർ ബുക്ക് ആണെങ്കിൽ 1941 കോടി 2020 മാർച്ച് 31 ആയിരുന്നെങ്കിൽ അത് 2022 മാർച്ച് 31 ആയപ്പോഴത്തേക്ക് 2369 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വളർച്ചയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2022 ധനകാര്യ വർഷത്തെ EPS 9.19 ആണ്. അതുപോലെ PE നോക്കുകയാണെങ്കിൽ 21.44, 22.52 എന്നിങ്ങനെയാണ് കാണുന്നത്.
ലീഡ് മാനേജേഴ്സ് കമ്പനിയുടെ എഡിൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ്, ആക്സിസ് ക്യാപിറ്റൽ, സഫ്രോൺ ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, ഇങ്ങനെ 3 കമ്പനികളാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. പിന്നെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. നമുക്ക് DCX സിസ്റ്റംസിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. IPO ഡേറ്റ് ഒക്ടോബർ 31 മുതൽ നവംബർ 2 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് IPO. ഇതിൻ്റെ പ്രൈസിങ് അവരിട്ടിരിക്കുന്നത് പ്രൈസ് ബാൻഡ് 197 രൂപ മുതൽ 207 രൂപ വരെയാണ്. 197 to 207 ആണ് പ്രൈസ് ബാൻഡ്. ഫ്രഷ് ഇഷ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 400 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ 100 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ ടോട്ടൽ IPO സൈസ് 500 കോടി രൂപ വരും. ഇനി മിനിമം ഒരാൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് 72 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ, ഒരു ലോട്ടാണ് 72, അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. ഫേസ് വാല്യൂ 2 രൂപയാണ് ഒരു ഓഹരിക്ക്. അതിനാണ് 207 രൂപ വരെ അവർ വിലയിട്ടിരിക്കുന്നത്. റീറ്റെയിലേഴ്സിന് 10% ലഭിക്കുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ബോർഡ് IPO ആണിത്. ഇനി നമുക്കിതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകളിലേക്കൊന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 7 കിട്ടാത്തവർക്ക്, ഓഹരി കിട്ടാത്തവർക്ക് റീഫണ്ട് നവംബർ 9 അവരുടെ അക്കൗണ്ടിൽ ഫണ്ട് ഫ്രീ ആവും. ഇത് കിട്ടുന്നവർക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നവംബർ 10 ഓഹരി വരുന്നത്. ഇനി ഇതിൻ്റെ ലിസ്റ്റിംഗ് നവംബർ 11 ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് ലിസ്റ്റിങ്ങിൽ തന്നെ ഒരു ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ മിഡ് ടേം ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഓഹരിയാണിത്. ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് അത്ര മോശമായിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിലും വളരെ പ്രോത്സാഹജനകമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയൻ. DCX സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന IPOയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.